7 കടലുകൾ, സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത അത്ഭുതങ്ങൾ, പിന്നെ 7 തവണ മരണത്തെ മുഖാമുഖം കണ്ട യാത്രകൾ. അതെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ബാഗ്ദാദിൽ നിന്നുള്ള ആ ഐതിഹാസിക നാവികന്റെ കഥയാണ്, സിൻബാദിന്റെ കഥ. നോക്കൂ, 7 തവണ മരണത്തെ നേരിട്ടു, 7 തവണയും തിരിച്ചുവന്നു. ബാഗ്ദാദിലെ സാധാരണ തെരുവുകളിൽ നിന്ന് തുടങ്ങിയ ഒരു ജീവിതം ലോകത്തിന്റെ അറ്റങ്ങൾ വരെ നീണ്ടുനിന്ന ഒരു ഇതിഹാസമായി മാറുകയായിരുന്നു. ഭാവനയെപ്പോലും കടത്തിവെട്ടുന്ന അത്ഭുതങ്ങളെയും ഭീകരരൂപികളെയും അതിജീവിച്ച ഒരു സാധാരണ മനുഷ്യന്റെ അസാധാരണമായ കഥ, അതാണ് സിൻബാദിന്റേത്. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. നമ്മൾ യാത്ര ചെയ്യുന്നത് ഖലീഫ ഹാറൂൺ അൽ റഷീദിന്റെ കാലഘട്ടത്തിലേക്കാണ്. അന്നത്തെ സമ്പന്നമായ ബാഗ്ദാദിൽ, അവിടെയാണ് നമ്മുടെ കഥാനായകനായ സിൻബാദ് എന്ന ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നത്. സിൻബാദിന്റെ തുടക്കം ഒരു ധനികനായ വ്യാപാരിയുടെ മകനായിട്ടായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ പാരമ്പര്യമായി വലിയൊരു സ്വത്ത് തന്നെ അവന് കിട്ടി. പക്ഷെ ചെറുപ്പത്തിന്റെ ആ ഒരു ആവേശത്തിൽ ആഡംബരത്തിനും പാർട്ടികൾക്കുമായിട്ട് ആ പണമെല്ലാം അവൻ ധൂർത്തടിച്ചു. പിന്നെന്തുണ്ടായി? പണം തീർന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളെന്ന് പറഞ്ഞവരെല്ലാം പതിയെ ഒഴിഞ്ഞുപോയി. ആ ഒരു ഒറ്റപ്പെടലിലാണ് സിൻബാദ് കനിക്കു പറ്റിയ വലിയൊരു മണ്ടത്തരം തിരിച്ചറിയുന്നത്. സിൻബാദ് അവിടെ തളർന്നുപോയില്ല. ആ പതനത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ടും പിന്നെ നല്ല ബുദ്ധിപരമായ കച്ചവട നീക്കങ്ങളിലൂടെയും അവൻ തന്റെ ജീവിതം പതുക്കെ പതുക്കെ തിരിച്ചുപിടിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ പഴയതിനേക്കാൾ വലിയൊരു ധനികനായി മാറി. ബാഗ്ദാദിലെ തന്നെ വലിയ വ്യാപാരികളിൽ ഒരാളായി. അപ്പോൾ പണമുണ്ട്, പ്രതാപമുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. പക്ഷെ എന്തോ ഒരു കുറവ്. സിൻബാദിന് ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിത്തുടങ്ങി. എന്നും ഒരേപോലെയുള്ള ഈ സുരക്ഷിതമായ ജീവിതം, അതിനൊരു നിറമില്ലാത്തതുപോലെ. ലോകം കാണണം, അതും അജ്ഞാതമായ ലോകം. ആ ഒരൊറ്റ ദാഹം അവന്റെ ഉള്ളിലിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ അടങ്ങാത്ത ആഗ്രഹം ഒടുവിൽ ഒരു തീരുമാനത്തിലേക്കെത്തി. സിൻബാദ് തന്റെ സ്വത്തുക്കളെല്ലാം വിറ്റു, ഒരു കപ്പൽ വാങ്ങി, എന്നിട്ടേ തന്റെ ആദ്യത്തെ സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടു. അതാണ് ഒന്നാം യാത്ര, ജീവനുള്ള ദ്വീപ്. ദിവസങ്ങളോളം കടലിൽ കച്ചവടമെല്ലാം വിജയകരമായി മുന്നോട്ടു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണവർ ദൂരെ മനോഹരമായ ഒരു ദ്വീപ് കാണുന്നത്. കര കാണാത്ത വലഞ്ഞവർക്ക് അതൊരു സ്വർഗം പോലെ തോന്നി. എല്ലാവരും കൂടെ ആശ്വാസത്തോടെ അവിടെ ഇറങ്ങി. കുറച്ചുനേരം വിശ്രമിക്കാം, ഭക്ഷണം പാകം ചെയ്യാം, തുണിയലയ്ക്കാം എന്നൊക്കെ കരുതി സന്തോഷത്തോടെ ഒരു തീ കൂട്ടി. പക്ഷേ ആ തീയുടെ ചൂടേറ്റതും എന്തോ ഒരു പന്തികേട്. ആ ദ്വീപ് പെട്ടെന്നൊന്ന് കുലുങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും കപ്പലിൽ നിന്ന് കപ്പിത്താന്റെ ഭയന്ന് വിറച്ചുകൊണ്ടുള്ള അലർച്ച കേട്ടു. രക്ഷപ്പെട്ടോളൂ, അതൊരു ദ്വീപല്ല, വർഷങ്ങളായി കടലിൽ ഉറങ്ങിക്കിടന്നൊരു ഭീമാകാരനായ തിമിംഗലമാണ്. ആ ഒരു നിമിഷം ആ സത്യം തിരിച്ചറിഞ്ഞതോടെ എല്ലാവരും ജീവനും കൊണ്ട് ചിതറിയോടി. ആ ഭീമൻ തിമിംഗലം കടലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടപ്പോൾ ഉണ്ടായ തിരയിൽ സിൻബാദ് പെട്ടുപോയി. കപ്പലിന് അവനെ രക്ഷിക്കാൻ പറ്റില്ല, അത് ദൂരേക്ക് പോയി. ആ നടുക്കടലിൽ അവൻ ഒറ്റയ്ക്കായി. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഒരു മരത്തൊട്ടിയിൽ പിടിച്ച് ദിവസങ്ങളോളം ഒഴുകി നടന്ന ശേഷം സിൻബാദ് ഒടുവിൽ ഒരു യഥാർത്ഥ ദ്വീപിന്റെ തീരത്തടിഞ്ഞു. അങ്ങനെ ആ ദ്വീപിൽ വച്ച് അവിടുത്തെ രാജാവായിരുന്ന മിഹ്റാജാന്റെ ആളുകൾ അവനെ രക്ഷിച്ചു. സിൻബാദുമായി സംസാരിച്ചപ്പോൾ കച്ചവടത്തിലും ലോകപരിചയത്തിലുമുള്ള അവന്റെ അറിവ് കണ്ട് രാജാവ് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ രാജാവ് സിൻബാദിനെ ആ ദ്വീപിലെ തുറമുഖത്തിന്റെ മാസ്റ്ററായി, അതായത് മേൽനോട്ടക്കാരനായി നിയമിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം യാദൃശ്ചികമായി സിൻബാദിന്റെ സ്വന്തം കപ്പൽ തന്നെ ആ തുറമുഖത്തെത്തി. അങ്ങനെ അവൻ ബാഗ്ദാദിലേക്ക് മടങ്ങി. പക്ഷേ ബാഗ്ദാദിലെ ആ സുഖപ്രദമായ ജീവിതത്തിന് അധികനാൾ അവനെ പിടിച്ചു നിർത്താനായില്ല. വീണ്ടും കടലിന്റെ ആ മാടിവിളി അവനെ തേടിയെത്തി. അങ്ങനെ സിൻബാദ് തന്റെ രണ്ടാമത്തെ യാത്ര തുടങ്ങി. ഇത്തവണയും വിധി മറ്റൊന്നായിരുന്നില്ല. ആളൊഴിഞ്ഞ മനോഹരമായ ഒരു ദ്വീപിൽ കുറച്ച് പഴങ്ങളൊക്കെ കഴിച്ച് ഒന്നു മയങ്ങിപ്പോയതാണ്. പക്ഷെ കണ്ണു തുറന്നു നോക്കുമ്പോഴോ കപ്പൽ അവനെ അവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. വീണ്ടും സിൻബാദ് ഒറ്റയ്ക്കായി. ആ ദ്വീപിലൂടെ നിരാശനായിട്ടിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് സിൻബാദ് ദൂരെയായിട്ട് ഭീമാകാരമായ ഒരു വെളുത്ത താഴികക്കുടം പോലെ എന്തോ ഒന്ന് കാണുന്നത്. എന്തായിരിക്കും അതെന്ന് കരുതി അവൻ അത്ഭുതത്തോടെ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അവനെ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. അതൊരു കെട്ടിടമൊന്നും ആയിരുന്നില്ല, മറിച്ച് ഐതിഹ്യങ്ങളിലും കഥകളിലും മാത്രം നമ്മൾ കേട്ടിട്ടുള്ള റോക്ക് എന്ന ഭീമൻ പക്ഷിയുടെ മുട്ടയായിരുന്നു അത്. ഇവിടെയാണ് നമ്മൾ സിൻബാദിന്റെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ ബുദ്ധി കാണുന്നത്. ഒരു സാധാരണക്കാരനാണെങ്കിൽ ആ ഭീമൻ പക്ഷിയെ കാണുമ്പോൾ പേടിച്ച് ഒളിക്കാനേ നോക്കൂ. പക്ഷെ സിൻബാദ് അങ്ങനെയല്ല ചിന്തിച്ചത്. ഭയന്ന് പിന്മാറുന്നതിനു പകരം ആ ഭീകരജീവിയെ തന്നെ ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വാഹനമായി ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ എന്താ ചെയ്തതെന്നോ? തന്റെ തലപ്പാവെടുത്ത് റോക്ക് പക്ഷിയുടെ കാലിൽ സ്വയം കെട്ടിയിട്ടു. പക്ഷി അതറിയാതെ പറന്നുയർന്നു. പക്ഷേ അതവനെ കൊണ്ടുചെന്നെത്തിച്ചത് മറ്റൊരു താഴ്വരയിലാണ്.
ആ താഴ്വരയുടെ കാഴ്ച അതിശയിപ്പിക്കുന്നതായിരുന്നു. നിലം മുഴുവൻ അമൂല്യമായ വജ്രങ്ങൾ. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കാരണം ആ വജ്രങ്ങൾക്ക് കാവലായി മരത്തടികളുടെ വണ്ണമുള്ള ഭീമൻ സർപ്പങ്ങൾ അവിടെ ഇഴഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു നിമിഷമാണ് പണ്ട് കേട്ടൊരു കഥ സിൻബാദിന് ഓർമ്മ വന്നത്. അതായത് വ്യാപാരികൾ ഈ താഴ്വരയിൽ നിന്ന് എങ്ങനെയാണ് വജ്രങ്ങൾ ശേഖരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. അവര് വലിയ മാംസകഷ്ണങ്ങൾ താഴ്വരയിലേക്ക് എറിയും. എന്നിട്ടെന്ത് സംഭവിക്കും? ആ മാംസത്തിൽ വജ്രങ്ങൾ ഒട്ടിപ്പിടിക്കും. മുകളിൽ നിന്ന് വരുന്ന വലിയ പക്ഷികൾ ഈ മാംസവും കൊണ്ട് പറന്നു പോകുമ്പോൾ അവർക്ക് വജ്രവും കിട്ടും. സിൻബാദും ഇതേ തന്ത്രം പ്രയോഗിച്ചു. കയ്യിൽ കിട്ടിയ വജ്രങ്ങളെല്ലാം ഒരു സഞ്ചിയിലാക്കി. എന്നിട്ട് ഒരു വലിയ മാംസകഷ്ണത്തോട് സ്വയം ചേർത്തുകെട്ടി. പ്രതീക്ഷിച്ചതുപോലെ ഒരു പക്ഷി അവനെയും കൊണ്ട് ആ താഴ്വരയിൽ നിന്ന് പറന്നുയർന്നു. അങ്ങനെ പക്ഷിയുടെ കൂട്ടിൽ നിന്നവനെ വജ്രവ്യാപാരികൾ രക്ഷിച്ചു. ഇത്തവണ മുൻപത്തേക്കാൾ വലിയ ധനികനായിട്ടാണ് സിൻബാദ് ബാഗ്ദാദിൽ തിരിച്ചെത്തിയത്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അവന്റെ ആ സാഹസികമായ ആത്മാവിന് വിശ്രമമെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ യാത്ര തുടങ്ങി. പക്ഷേ ആ യാത്രയുടെ അവസാനം ഒരു കപ്പൽ ഛേദത്തിലായിരുന്നു. അതിശക്തമായൊരു കൊടുങ്കാറ്റിൽപ്പെട്ട് സിൻബാദും കൂടെയുള്ളവരും മനുഷ്യന്റെ അസ്ഥികൾ ചിതറിക്കിടക്കുന്ന ഒരു ഭീകരമായ ദ്വീപിലാണ് ചെന്നുപെട്ടത്. ആ ദ്വീപിന്റെ നടുവിലായി അവരൊരു വലിയ കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തില് അവരെ കാത്തിരുന്നത് ഒരു ഭീകരരൂപിയായിരുന്നു. ഒന്നോർത്തു നോക്കൂ, പനമരത്തോളം ഉയരം, കട്ടക്കറുത്ത തൊലി, പിന്നെ നെറ്റിയുടെ നടുവില് ഒരൊറ്റ ചുവന്ന കണ്ണ്. അതൊരു നരഭോജിയായിരുന്നു. ആ ഭീമൻ സിൻബാദിന്റെ കൂട്ടാളികളെ ഓരോരുത്തരെയായി പിടികൂടി ചുട്ടുതിന്നാൻ തുടങ്ങി. അടുത്തത് തങ്ങളുടെ ഊഴമാണെന്നുറപ്പായപ്പോൾ സിൻബാദ് രക്ഷപ്പെടാനായി അതിക്രൂരമായ ഒരു പദ്ധതി തയ്യാറാക്കി. ആദ്യം അവരെല്ലാവരും ചേർന്ന് രഹസ്യമായി ഒരു ചങ്ങാടം പണിതുവെച്ചു. അതിനുശേഷം ആ രാക്ഷസൻ ഉറങ്ങുന്നതും കാത്തിരുന്നു. അവൻ ഉറങ്ങിയെന്നുറപ്പായപ്പോൾ തീയിൽ വെച്ച് പഴുപ്പിച്ച 2 വലിയ ഇരുമ്പുകമ്പികളെടുത്ത് അവർ ഒരുമിച്ച് അവന്റെ ആ ഒരേയൊരു കണ്ണിലേക്ക് കുത്തിയിറക്കി. ആലോചിച്ചു നോക്കുവാ രംഗം. വേദന കൊണ്ട് അലറി വിളിക്കുന്ന ആ അന്ധനായ രാക്ഷസനിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ചങ്ങാടത്തിൽ കടലിലേക്ക് കുതിച്ചു. പക്ഷേ ആ ഭീമൻ ഒറ്റയ്ക്കായിരുന്നില്ല. അവന്റെ അലർച്ച കേട്ടെത്തിയ അവന്റെ ഈണയും ചേർന്ന് അവരുടെ നേർക്ക് ഭീമാകാരമായ പാറക്കല്ലുകൾ എറിയാൻ തുടങ്ങി. ആ ആക്രമണത്തിൽ സിൻബാദിന്റെ കൂടെയുണ്ടായിരുന്ന കുറച്ചുപേർക്കു കൂടി ജീവൻ നഷ്ടപ്പെട്ടു. ആ ഭീമന്മാരുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടെങ്കിലും അവരുടെ ദുരിതം തീർന്നിരുന്നില്ല. അവർ ചെന്നെത്തിയത് മറ്റൊരു ദ്വീപിലാണ്. അവിടെ ഒരു ഭീമൻ സർപ്പത്തെയും അവർക്ക് നേരിടേണ്ടി വന്നു. അതും അതിജീവിച്ച ശേഷമാണ് സിൻബാദിന് ഒടുവിൽ ഒരു കപ്പലിന്റെ സഹായം കിട്ടുന്നതും വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നതും. അപ്പോ ഈ 3 യാത്രകൾ നോക്കുമ്പോൾ സിൻബാദിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ആദ്യം സാഹസികതയ്ക്കായുള്ള ഒരു വിളി വരുന്നു. അതിനെ തുടർന്ന് ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നു. അതിൽ നിന്ന് തന്റെ ബുദ്ധി കൊണ്ട് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു. ഒടുവിൽ മുൻപത്തേക്കാൾ വലിയ സമ്പത്തുമായി ബാഗ്ദാദിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷെ എന്തിനാണെന്നോ? ഇതേ സൈക്കിൾ വീണ്ടും ഒന്നുകൂടെ തുടങ്ങാൻ വേണ്ടി മാത്രം. ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ജീവൻ തന്നെ പണയം വയ്ക്കുന്ന ഇത്രയും അപകടങ്ങൾ ഓരോ തവണയും നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് സിൻബാദ് വീണ്ടും വീണ്ടും കടലിലേക്ക് തന്നെ മടങ്ങിയത്? അത് പണത്തോടുള്ള അടങ്ങാത്ത ആർത്തിയായിരുന്നോ? അതോ ബാഗ്ദാദിലെ സുരക്ഷിതമായ ജീവിതത്തിലെ ആ വിരസത സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നോ? ഒരുപക്ഷേ അജ്ഞാതമായതിനെ തേടിപ്പോകാനുള്ള നമ്മൾ മനുഷ്യരുടെ എല്ലാം ഉള്ളിലുള്ള ആ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഒരു പ്രതീകം മാത്രമായിരുന്നോ സിൻബാദ്? എന്തായിരിക്കും കാരണം?